ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് പൊറോട്ടയുടെ റെസിപ്പിയാണ്. തട്ടുകടയിലൊക്കെ പൊറോട്ട ഉണ്ടാക്കുന്നത് പോലെ വീശി അടിച്ചിട്ട് ഉള്ള പൊറോട്ടയല്ല. അങ്ങനെ അല്ലാതെ തന്നെ നമുക്ക് നല്ല ലെയറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ കാണുന്നതിനോടൊപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ഈ ഒരു പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2.5 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് എത്രയാണോ, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് മെഷറിംഗ് കപ്പിൽ അളന്നെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് വെളിച്ചെണ്ണ സൈഡിലെടുത്ത് വയ്ക്കുക. ഞാൻ ബട്ടറും ഒന്നും യൂസ് ചെയ്യുന്നില്ല, ബട്ടർ നെയ്യൊന്നുമല്ല, സാധാരണ നമ്മുടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. പിന്നെ ഇത് കുഴച്ചെടുക്കുക, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ 2.5 ഗ്ലാസ് മൈദയല്ലേ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസും ഒരല്പം കൂടി വെള്ളം ഞാൻ കരുതിയിട്ടുണ്ട്. അപ്പോൾ അത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കുഴയ്ക്കുന്നതിനോടൊപ്പം കുറച്ചായിട്ട് വെളിച്ചെണ്ണയും കൂടി ഒരു 3-4 സ്പൂണ് ഒഴിച്ചു കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ മൈദ ആയ കാരണം കയ്യിൽ വല്ലാതെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതിവിടെ കുഴച്ച് നന്നായിട്ടൊരു 10-15 മിനിറ്റ് കുഴയ്ക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 10-15 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം ഇതൊന്ന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. റെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ വെളിച്ചെണ്ണയും കൂടി ഒന്ന് തടവുക. ഓക്കെ, ഇനി ഒരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിന് ശേഷം 1 മണിക്കൂറിന് ശേഷം നമുക്ക് മാവ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിലിട്ട് തന്നെ ഇത് പരത്തിയെടുക്കാം. ആദ്യം ഇത് കുറച്ച് ഇതായിട്ട് കട്ട് ചെയ്യണം, കുറച്ച് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കൈ വെച്ചിട്ട് ഞാൻ മുറിച്ചെടുക്കാൻ നോക്കിയിട്ട് വലിഞ്ഞ് വരികയാണ്. അപ്പോൾ ഞാനൊരു കത്തി വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. 1 2 3 4 5 6 പൊറോട്ടയ്ക്കുള്ള മാവ് ഉണ്ട് ഇതിപ്പോൾ. ഓരോന്നും ഇതേപോലെ ബോളായിട്ട് ഉരുട്ടിയെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അതിന് മുമ്പ് പ്ലേറ്റിൽ നന്നായിട്ട് എണ്ണ തടവി കൊടുക്കുക. ആറെണ്ണം ഞാനിതേപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റിന് ശേഷം ഈ ഇതിൽ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ബോളും എടുത്ത് ഇതേപോലെ പരത്തിയെടുക്കാം. ഞാനിപ്പോൾ വീശി അടിച്ചുള്ള പൊറോട്ടയൊന്നും അല്ല, ഞാനങ്ങനെ ചെയ്യാറില്ല. ഞാൻ ആകെ പൊറോട്ട 1 പ്രാവശ്യം 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തപ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. വീശി അടിച്ചൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇതേപോലെ സ്ലാബിൽ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ കൈകൊണ്ട് പരത്തി കൊടുക്കുക. നിങ്ങൾക്ക് ആ ചപ്പാത്തി ഉരുട്ടണ ഒരു പലക അതില്ലേ, ഉരുട്ടണ ഒരു റോളർ വെച്ചിട്ട് വേണമെങ്കിലും പരത്തിയെടുക്കാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊന്നും ഇല്ലാതെ തന്നെ കൈകൊണ്ട് ഇങ്ങനെ പരത്തി വലുതാക്കി എടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നൈസായിട്ട് പരത്തണം കേട്ടോ. ഇതിങ്ങനെ പരത്തണതിന് സമയത്ത് ഉള്ളിൽ ഇടയിലൊക്കെ ഓട്ടയൊക്കെ വീഴും, അതൊന്നും പ്രശ്നമില്ല. അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല എനിക്ക് പൊറോട്ട ഉണ്ടാക്കിയിട്ട്. പക്ഷേ എന്നാലും ഇതേപോലെ ചെയ്യുമ്പോൾ നന്നായിട്ട് കിട്ടുന്നതാണ് വിശ്വാസം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുന്നതിനോടൊപ്പം ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതേപോലെ പരത്തുക. അപ്പോൾ ഞാൻ പരത്തുമ്പോൾ ഇത് ഇങ്ങനെ കീറിയൊക്കെ വരുന്നുണ്ട് ഇടയിൽ. പക്ഷേ നമ്മൾ ലാസ്റ്റ് ഇതിങ്ങനെ ചുറ്റിച്ചൊക്കെ എടുക്കുമല്ലോ, അപ്പോൾ ശരിയായിക്കോളും, അത് പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് നൈസായിട്ട് പരത്തിയെടുക്കുക, ഇതേപോലെ പരത്തിയെടുക്കുക. ഇടയിൽ കീറിയാലൊന്നും പ്രശ്നമില്ല. അതിന് ശേഷം ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ഒരു കത്തിയോ അല്ലെങ്കിൽ ഫോർക്കോ അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ, ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറേ ലൈൻ ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറേ ലൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറേ ലെയർ കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ച് ചെയ്യണത്. അപ്പോൾ നിങ്ങളതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ എനിക്ക് ഇത് ഉണ്ടാക്കിയതിന് ശേഷം
നല്ല ലെയറുള്ള പൊറോട്ടയാണ് കിട്ടിയത്. അപ്പം ഞാനിതുപോലെ നല്ല രീതിയിൽ അടുപ്പിച്ചായിട്ട് കുറേ ലൈൻ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനെ കീറി കൊടുക്കാം. കണ്ടില്ലേ, ഒട്ടും അകലത്തിലൊന്നും അല്ല, പ്രത്യേകിച്ച് കറക്റ്റ് നേരായിട്ടുള്ള വരയൊന്നും അല്ല, ഇങ്ങനെ കീറി അങ്ങ് പോവാം. അങ്ങനെയാണ് ഞാൻ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇതെല്ലാം ഇതേപോലെ കീറി എടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. ഇതെല്ലാം ഇങ്ങനെ കണ്ടില്ലേ, എത്ര ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കൂ. അപ്പോൾ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് ഈ ലൈനൊക്കെ എന്തായാലും ഈ ലൈനൊക്കെ ഇങ്ങനെ വിട്ട് വരുമല്ലോ. അപ്പോൾ കുറേ ലെയേഴ്സ് ഉണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദ പൊടി തടവി കൊടുക്കുക. മൈദപ്പൊടി ഇങ്ങനെ ഇതേപോലെ തടവി കൊടുത്തു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്ത് വരും ഓരോ ലെയറായിട്ട്. അതിന് ശേഷം ഇതേപോലെ ഒരറ്റത്തുനിന്ന് ഇങ്ങനെ സെൻറ്റർ ഭാഗത്തേക്ക് കൊണ്ടുവരാം. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ അത് ഇടയിൽ സ്ലാബിൽ ഒട്ടിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരല്പം എണ്ണ കൈവിരലിൽ എണ്ണയിലൊന്ന് മുക്കിയിട്ട് വീണ്ടും ഇതേപോലെ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. പരത്തണ സമയത്തൊക്കെ നന്നായിട്ട് കീറിപ്പോവും, അതൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ പൊറോട്ട ഉണ്ടാക്കി കഴിയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് നല്ല അടിപൊളി പൊറോട്ട ആയിരിക്കും. അപ്പോൾ ഇതേപോലെ എല്ലാം ഇങ്ങനെ വിട്ട് കൊടുക്കുക. സ്ലാബിൽ നിന്ന് എല്ലാം ഇങ്ങനെ വിടിയിച്ചെടുക്കുക. അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ ഇങ്ങനെ വിടിയിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി ഇതൊന്ന് വിടിയിച്ചെടുത്ത ശേഷം ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അതോടൊപ്പം കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് തടവുക. ഇങ്ങനെ വലിച്ച് നീട്ടി കൊടുക്കുക. അതിന് ശേഷം ഒരറ്റത്തുനിന്ന് നമുക്കിത് ചുറ്റിച്ചെടുക്കാം, റോൾ ചെയ്തെടുക്കാം. ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഇതേപോലെ ഒരറ്റത്തുനിന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഡ്രൈ ആയി പോവാതിരിക്കാനാണ് ഇടയിൽ ഞാൻ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ചെയ്തോളൂ. അപ്പോൾ പൊറോട്ട കണ്ടോ, നമ്മൾ പരത്തിയ സമയത്തുള്ള ഓട്ടകളൊന്നും ഉണ്ടാവില്ല. ആ ഹോൾസൊക്കെ എന്തായാലും പോയിണ്ടാവും ഇതേപോലെ ചുറ്റിച്ചെടുത്ത് കഴിയുമ്പോൾ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ അതേപോലെ ബാക്കിയുള്ള എല്ലാ ബോൾസും ഞാൻ ഇതേപോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാ ബോൾസും ഇതേപോലെ ഞാൻ കാണിച്ചു തന്നതുപോലെ എല്ലാം ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് പരത്താം. ഞാനിപ്പോൾ ഇത് പരത്തിയെടുത്ത ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും വച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ തന്നെ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് എടുക്കുകയാണ്. വീണ്ടും ഒന്നും കൂടി പരത്തി കൊടുക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൈകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. നമുക്ക് എത്ര വലിപ്പമുള്ള പൊറോട്ടയാണോ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ പരത്തി കൊടുക്കുക. അപ്പോൾ ഈ ഒരുപാട് വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്യുന്നത് കാരണം പൊറോട്ട ഹെൽത്തി ഒന്നും അല്ല. ഞാനങ്ങനെ ഒരിക്കലോ 2 പ്രാവശ്യം കണ്ടേ ഞാൻ എൻ്റെ ജീവിതത്തിൽ പൊറോട്ട ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഡെയിലി അല്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലാണെങ്കിലും ഇതൊന്നും കഴിക്കരുത്. അപ്പോൾ എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഒരിക്കൽ മാത്രമേ ഈ പൊറോട്ടയൊക്കെ കഴിക്കാൻ പാടുള്ളൂ. അതത്ര ഹെൽത്തി ഒന്നും അല്ല. അപ്പോൾ പരത്തിയെടുത്ത ഒരു പൊറോട്ട ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഇതുപോലെ കല്ലിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ട് ചുട്ടെടുക്കുക. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് പൊറോട്ട അല്ലേ. പക്ഷേ ഇത് അത്രയെന്നല്ല, തീരെ ഹെൽത്തി അല്ല. ഇതിൽ യൂസ് ചെയ്യണത് മൈദയും പിന്നെ ഒരുപാട് വെളിച്ചെണ്ണയൊക്കെ വേണം. അത് കാരണം ഒട്ടും ഹെൽത്തി അല്ല. അപ്പോൾ ഞാനിവിടെ എല്ലാ പൊറോട്ട ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം.
നന്നായിട്ട്. അപ്പോൾ ഞാനിത് പൊറോട്ട അടിക്കാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡിനെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആളാണ് ഇത് വന്ന് ഇതേപോലെ തട്ടി തരുന്നത്. അപ്പോൾ നല്ല ബലത്തിൽ തട്ടണം കേട്ടോ. അപ്പോൾ ആണുങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല ബലത്തിൽ തട്ടാൻ പറ്റുമല്ലോ എന്ന് വിളിച്ചിട്ടാണ് ഞാൻ ഏട്ടനെ വിളിച്ചിട്ട് ഇത് ചെയ്യിപ്പിക്കണത്. അപ്പോൾ അതാ നോക്കൂ, ഇതേപോലെ തട്ടിയെടുക്കുക. എല്ലാ പൊറോട്ടയും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ചെറിയ ചൂടിൽ ഇതേപോലെ തട്ടിയെടുക്കുക. അത്യാവശ്യം ബലത്തിൽ തട്ടുക കേട്ടോ, എങ്കിൽ മാത്രമേ ഓരോ ലെയറും ഇതേപോലെ വിട്ട് വിട്ട് വരുള്ളൂ. ഞാനിത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പൊറോട്ട റെഡി. കണ്ടോ എത്ര ലെയർ ഉണ്ട് നോക്കൂ. ഒട്ടും വീശി അടിച്ചില്ലെങ്കിൽ പോലും ഒരുപാട് ലെയർ ഉണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ് പൊറോട്ട. കണ്ടോ? അപ്പോൾ വല്ലപ്പോഴും ഒരിക്കൽ പൊറോട്ട വീട്ടിലുണ്ടാക്കി നോക്കണം എന്ന് വിചാരിക്കുന്നവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ട കിട്ടും. ഇതാ കണ്ടോ, എല്ലാ പൊറോട്ടയും നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ലെയർ ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട ശേഷം ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ വീഡിയോ കാണുന്നതിനോടൊപ്പം മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. പുതിയ പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോസൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും അടുത്തൊരു റെസിപ്പിയായിട്ട് ഉടനെ തിരിച്ചു വരാം. അതുവരേക്കും ബൈ.